ഹബീബ്സ് വെൽക്കം ബാക്ക്. കിൻപോഷന്റെ 6ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് ട്രക്കിൽ നിന്ന് രണ്ട് പയ്യന്മാരും കൂടെ ഇറങ്ങി പോകുന്നായിരുന്നല്ലോ കണ്ടത്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ ബോഡി ഗാർഡ്സ് ടീം മൊത്തത്തില് പയ്യന്മാരെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടിന്റെ ഒരു ട്രേസ് പോലുമില്ല. GPS ട്രാക്ക് ചെയ്യാന്ന് വെച്ചാല് അത് നടക്കുന്നില്ല. അങ്ങനെ ഇനി റെസ്റ്റ് ഇല്ലാണ്ട് ഫുള്ള് തെരച്ചിലാണെന്ന് പറഞ്ഞ് അവരവരുടെ പണിയിലേക്ക് കിടക്കാണ്. ഇതേ സമയത്ത് കിന്നും പോഷയും എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാല് കാട്ടിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. രണ്ടുപേരും ആ വഴിക്ക് വേണം ഈ വഴിക്ക് വേണമെന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ആ വഴിക്ക് പോവാന്ന് പോഷയും. അത് പറ്റില്ല, ഞാനാണ് ബോസ്, ആ വഴിക്ക് പോയാൽ മതി എന്ന് കിന്നും. അങ്ങനെ രണ്ടുപേരും ആ വഴി ഈ വഴി എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് പിടിവലി കൂടുവാണ്. പിന്നെ അവസാനം മാസ്റ്റർ മൈൻഡ് ഉപയോഗിച്ച് സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചെങ്കിലും പോവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. ആദ്യത്തെ കളിയില് കിന്നാണ് ജയിക്കുന്നത്. ഈ വഴി പോവാന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്ത് അതെങ്ങനെ ശരിയാവാ, എത്ര പ്രാവശ്യം കളിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പോഷേ. 5 പ്രാവശ്യം കളിക്കാന്ന് പറയാണ്. 5 പ്രാവശ്യം നിനക്ക് എന്താ ഭ്രാന്താണോ എന്ന് കിന്ന്. എന്താ തോക്കുമെന്ന് പേടിയാണോ എന്ന് പോഷേ. ആർക്ക് പേടി, എനിക്കൊന്നും ഇല്ലെന്ന് കിന്ന്. എന്നാ പിന്നെ കളിക്കുന്ന് പോഷേ. അങ്ങനെ ഭയങ്കര വാശിയോട് കൂടെ തന്നെ കളിക്കുന്നുണ്ട്. രണ്ടാമത്തേലും കിന്ന് തന്നെയാണ് ജയിക്കുന്നത്. സ്റ്റുപ്പിഡെന്ന് വിളിച്ച് കിന്ന്. അടുത്ത പ്രാവശ്യം പോഷയാണ് ജയിക്കുന്നത്. അപ്പൊ കിന്നിനെ സ്റ്റുപ്പിഡെന്ന് വിളിക്കുന്നുണ്ട്. 4ാമത്തെ പ്രാവശ്യം പോഷ തന്നെയാണ് ജയിക്കുന്നത്. കണ്ട ഇതാണ് കഴിവ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വീമ്പിളക്കിയിട്ട് അടുത്ത കളി കളിക്കുമ്പം കിന്നാണ് ജയിക്കുന്നത്. ഭയങ്കര സന്തോഷത്തില് കിന്ന് വിചാരിച്ച വഴി കൂടെ തന്നെ പോഷനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഇവന്മാരുടെ അടി കണ്ടിട്ടുണ്ടെങ്കില് കുഞ്ഞി പിള്ളേര് മാറി നിന്ന് കരയും. അങ്ങനെ വാശി പിടിച്ച് പോയിട്ടാണെങ്കിലോ കുറച്ച് കഴിയുമ്പോ നേരെ തിരിച്ച് എവിടെ നിന്നാണോ പോയത് അതേ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പോഷന്റെ അടുത്ത് നിന്ന് കേൾക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയണ്ടല്ലോ. എന്നാ പിന്നെ നീ അങ്ങ് കൊണ്ടുപോകുന്ന കിന്ന്. ഞാൻ തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞ് പോഷയും പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോ നോക്കുമ്പോ അപ്പുറത്തൂടെ പോയിട്ടും അതേ സ്ഥലത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. എനിക്ക് വെള്ളത്തിന്റെ ഒച്ച കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബേക്കിൽ കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എപ്പോഴൊക്കെ നോക്കിയിട്ടും വെള്ളവും കിട്ടുന്നില്ല. ആകെപ്പടക്കിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ദാഹിച്ചെന്നെ ചാവുന്നാ തോന്നുന്നത്. അങ്ങനെ ഓരോ വഴിക്കേ കറങ്ങി അവസാനം ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എത്തിലേക്ക് പോയിട്ടും വെള്ളം കിട്ടുന്നില്ല. രണ്ടുപേരും കയ്യില് വിലങ്ങുകള് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് കണ്ട് അടിച്ചല്ലി രണ്ട് വഴിക്ക് പോയിട്ട് ഒരു സ്ഥലത്ത് എത്തിയാനെ. കുറെ നേരമായിട്ട് ഏത് വഴിക്ക് പോയാലും ഒരേ സ്ഥലത്ത് തന്നെയാണല്ലോ എത്തുന്നത്. അങ്ങനെ വെള്ളം അന്വേഷിച്ച് കുറേ നേരം നടന്ന് മടുത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ട്. എല്ലാം നീ കാരണമാണെന്ന് ഒരാള്, മറ്റേ ആളും അത് തന്നെയാണ് പറയുന്നത്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ലായിരുന്നെങ്കിൽ ഒറ്റ പ്രശ്നം ഉണ്ടാവില്ലെന്ന് കിന്ന്. നീ എന്തിനാ ആവശ്യമില്ലാതെ എന്റെ പുറകെ വന്നേന്ന് പോഷേ. ഇതിപ്പോ കൊള്ളാം, ഇനിയിപ്പൊ അങ്ങനെ പറ, നിന്റെ മണ്ടത്തരം കൊണ്ടാണ് ഇത് എന്ന് ഒരാള്. അടുത്ത ആളാ അതിന്റെ അപ്പുറം. ഇതിപ്പോ എല്ലാം എന്റെ കുറ്റാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ മാറി അങ്ങ് പൊക്കോന്ന് പോഷേ. എങ്ങനെ പോവാനാ, കയ്യിലല്ലേ വിലങ്ങിയിരിക്കുന്നേന്ന് കിന്ന്. എന്നാ പിന്നെ അതിപ്പോ തന്നെ പൊട്ടിച്ചിട്ടേ കാര്യമുള്ളൂ, രണ്ടിനും 2 വഴിക്ക് പോവാന്ന് പറഞ്ഞ് പോഷേ ഒരു വിലങ്ങ് അഴിക്കാൻ വേണ്ടിയിട്ട് കല്ലെടുത്ത് കുത്തുന്നുണ്ട്. എവിടാ പൊട്ടുന്നു, നന്നായിട്ട് ശക്തിയിൽ അടിക്കിയെന്ന് കിന്ന്. സംഭവം നടക്കുന്നില്ല. അപ്പൊ കിന്നാണെങ്കില് നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊന്നും നടക്കത്തില്ലെന്നും പറഞ്ഞ് പറയുന്ന സമയത്ത് എല്ലാം അറിയായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നെന്ന് പറഞ്ഞ് പോഷേ. വഴീന്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കിയത് പോരാണ്ട് ഇതിന്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടെ ഉരുണ്ട് വീഴുന്നതാണെങ്കിൽ വെള്ളത്തിലേക്ക്. അത്രേ സന്തോഷം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഞാൻ വെള്ളത്തിന്റെ സൗണ്ട് കേട്ടതാണെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ആ ഒരു വെള്ളത്തിനെ ഫോളോ ചെയ്ത് പോയിട്ട് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. അത്രത്തോളം സന്തോഷം. ജീവനല്ലേ നിലനിൽക്കുന്നത്. ഈ വെള്ളം കിട്ടിയില്ലായിരുന്നെങ്കിൽ രണ്ടും വെള്ളം കിട്ടാണ്ട് തന്നെ ചത്തുപോയാനെ. ഭയങ്കര ഹാപ്പി ആയിട്ട് മുഖം കഴുകുന്നുണ്ട്, വെള്ളം കുറെ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും നേരം കീരിയും പാമ്പും പോലെ വഴക്കൂടിക്കൊണ്ടിരുന്ന നമ്മുടെ പയ്യന്മാര് ഇപ്പം ഭയങ്കര അട്ടയും ചക്കരയും പോലെ ഒട്ടിയാണ് നിൽക്കുന്നത്. എന്തിനധികം പറയുന്നു, രണ്ടുപേരും കൂടെ കൈ വരെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അതും കപ്പിൾസിന്റെ കണക്ക്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെയും കുറെ നടക്കുന്നുണ്ട്. നടന്ന് ഒരു റോഡിലെത്തുന്നുണ്ട്. അത് മണ്ണ് മാത്രമുള്ള റോഡ്. അങ്ങനെ സന്ധ്യ ആവുന്നുണ്ട്. നോക്കുമ്പം ഒരു ട്രക്ക് കാണാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് പഴയ ട്രക്കാണെന്നും അവിടെ എങ്ങും ആരും ഇല്ലെന്നും എഞ്ചിനും സ്റ്റാർട്ട് ആവത്തില്ല. എന്നാലും രാത്രി കടക്കാനെങ്കിലും ഒരു ഇടമായല്ലോ എന്നും പറഞ്ഞ് അവിടെ കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ മേലെ കയറിയിരുന്ന് ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. നൈറ്റ് വിറകൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. അതും ആദിമ മനുഷ്യന്മാരെ കണക്ക് കല്ലുറച്ചിട്ട്. പിന്നെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇത് ഉരച്ചോണ്ടിരിക്കുന്ന സമയത്ത് പോഷാണെങ്കിൽ ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോന്ന് ചോദിച്ചാൽ അവിടെ ഇരിപ്പുണ്ട്. പിന്നില്ലാതെ നിനക്കിതൊന്നും അറിയാഞ്ഞിട്ടാണ്,
ഞാനും ഫയറും ഒരേ കണക്കാണ്, രണ്ട് ഹോട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഇപ്പൊ സെറ്റാക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് കിന്ന് നിൽക്കുന്നത്. എന്തിന്? പക്ഷെ എന്റെ കാല് കത്തിപ്പോവും, മാറ്റി വെക്ക് നേരെ പറയുന്നുണ്ട്. അത് പറഞ്ഞ് 1 മിനിറ്റ് പോലും കഴിയുന്നില്ല, അപ്പോഴേക്കും അങ്ങ് നിർത്തുവാണ്. ഇത്തി കൂടുതൽ എനിക്ക് പറ്റൂല, നമുക്ക് ഇരുട്ടിൽ തന്നെ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഇരുട്ടില്ല കിടന്നുറങ്ങാൻ നല്ല രസമാണെന്നൊക്കെയാണ് കിന്ന പറയുന്നത്. അതെ അതെ, നല്ല രസമായിരിക്കും, വല്ല മൃഗവും വന്ന് തിന്നുമ്പം അടിപൊളിയായിരിക്കുന്നു പോഷയും. എന്നിട്ട് സ്വന്തം കയ്യിലുള്ള ലൈറ്റർ അങ്ങെടുത്ത് അവര് വിറക് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഇത്രയും നേരം കല്ലിലിട്ട് ഉറച്ചിട്ട് ഇത് കയ്യിലുണ്ടായിട്ടും തരാതിരുന്നേന് കിന്നിന് എമ്മാതിരി ഫീൽ ആവുന്ന പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴും പോഷയിരുന്ന് കളിയാക്കുവാണ്, കാല് മാറ്റി വെക്കാൻ പറയുന്നുണ്ട്, തീ കത്തി പിടിക്കുമെന്ന്. ഇത് നിന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്താ നീ തരാത്തേന്ന് ചോദിക്കുന്ന സമയത്ത്, നീയല്ലേ പറഞ്ഞത് നിന്റെ കഴിവ് തെളിയിക്കാൻ പോവാണെന്ന്, നിന്റെ ഹോട്ട്നെസ് കാണാൻ വേണ്ടിയിട്ടാണ്, എത്രത്തോളം ടാലന്റഡ് ആണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് പോഷയാണെങ്കിൽ അപ്പോഴിരുന്ന് കളിയാക്കുവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ വണ്ടിയിലാണ് ഇരിക്കുന്നത്. പോഷയാണെങ്കിൽ ഉറങ്ങിയിട്ട് കിന്നിന്റെ മേത്തേക്ക് വീണു പോകുന്നുണ്ട്. കിന്നാണെങ്കിൽ ആ ഒരു ടൈമിലും ഞെട്ടിപ്പോയിട്ട് തോക്കി കൊണ്ട് നടക്ക് പോഷന്റെ നേരെ ചൂണ്ടുന്നുണ്ട്. പക്ഷെ കൈ മാത്രമേ ഉള്ളൂ, ഗണ്ണില്ല. അതും പറഞ്ഞ് പോഷയെ കളിയാക്കുന്നുണ്ട്, നിനക്ക് കുറച്ച് എണീറ്റിരുന്നൂടെയെന്ന് കിന്ന്. അങ്ങനെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ബാക്കിയുള്ളവരാണെങ്കിൽ ഇവന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് പൂരം തെരച്ചില്. കിന്നിന്റെ അച്ഛൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആ ഒരു മെയിൻ ബോഡി ഗാർഡിന്റെ അടുത്ത്. കിട്ടിയില്ലെന്നല്ലേ ഇവർക്ക് പറയാനുള്ളൂ. ഇതേ സമയത്ത് നമ്മുടെ പീറ്റിനെയും പോളിനെ ആണെങ്കിൽ അവിടെ വേഗാസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എടാ, വേഗാസിന്റെ ബോഡി ഗാർഡ് ആയിട്ടിരിക്കുന്നതാണോ അതോ എന്റെ ജോബാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്? എന്റേതാണെന്ന് എനിക്ക് ഉറപ്പാണ്, നിനക്കെന്താ തോന്നുന്നേന്ന് പീറ്റർ പോളിന്റെ അടുത്ത് ചോദിച്ച് നോക്കുമ്പോഴാണ് കാണുന്നത് പോൾ ഓൾറെഡി വായും പോളും നടന്നുറങ്ങുവാണെന്ന്. ഇതിന്റെ അടുത്തൊക്കെ ആണല്ലോ ചോദിച്ചെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് വേഗാസും വേറൊരാളും കൂടെ അതിലേ പോകുന്നത് കാണുന്നത്. ചെക്കനാണെങ്കിൽ അപ്പാട് റൊമാൻസ് ചെയ്യുന്ന കണക്ക് പോളിന്റെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട്. അവിടുന്ന് വേഗാസ് ക്രോസ് ആയി പോകുന്നുണ്ട്. അപ്പോഴാണ് പോൾ എണീക്കുന്നത്. എന്തുവാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം നീ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നോ, വേഗാസ് പോയെന്ന് പീറ്റർ. എവിടെയെന്ന് പോള്. എനിക്കെങ്ങനെ അറിയാന്ന് പീറ്റർ. ശടാ, വേഗാസിനെ കാണുന്നില്ലല്ലോ, ഇനിയിപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞ് തല പുകഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇപ്പുറത്തേക്ക് നോക്കുന്നത്. നോക്കുമ്പോ അവിടെ നിൽക്കുന്നു വേഗാസ്. ആദ്യം പീറ്റർ നന്നായിട്ടൊന്ന് ഞെട്ടിപ്പോയിട്ട് അലറി വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ എന്ന് ഇളിച്ചോണ്ട് പറയുന്നുണ്ട്. അതെ അതെ ശരിയാണ്, കുറെ നേരമായിട്ട് ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുവല്ലേ, വിശക്കുന്നുണ്ടാവും, ഇന്നാ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് വേഗാസ് അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കാണ്. വിളിച്ചോണ്ട് തന്നെ പീറ്റർ അത് മേടിച്ചു വെക്കുന്നുണ്ട്. വേഗാസ് അവിടെ പോവുകയും ചെയ്യുന്നു. അപ്പൊ പോളാണെങ്കിൽ അതെടുത്ത് നോക്കാണ്. ബ്രെഡ് ഉണ്ട്, അതേപോലെ കൊതുകിനെ ഓടിക്കാനുള്ള സംഭവം ഉണ്ട്. അടുത്ത സാധനമാണ് ഹൈലൈറ്റ്, എന്ത് കോണ്ടം. അത് കണ്ടിട്ട് പീറ്റർ മേടിച്ച് ഷോക്കായി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വേഗാസ് വന്നിട്ട് അത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചാണ്, നിനക്കിത് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കാണ്. ഇല്ല ഇല്ല, എടുത്തോണ്ട് പോയിക്കോളാൻ പീറ്റർ. ശരി, ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് വേഗാസ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ പയ്യന്മാര് മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കാണ്. കിന്നാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കോലം പിടിച്ച് നിൽക്കുന്നത്. കുറെ കുത്തുന്നുണ്ടെങ്കിലും മീനൊന്നും കിട്ടുന്നില്ല. ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നേന്ന് പോഷേ. മീൻ പിടിക്കാനെന്ന് കിന്ന്. ഇങ്ങനെയാണോ പിടിക്കുന്നത്? കൊള്ളാന്ന് പോഷേ. ദേ, ഞാൻ മീൻ പിടിച്ചിട്ട് ഒരു കഷ്ണം ചോദിച്ചോണ്ടെങ്കിൽ വന്നേക്കരുത് എന്ന് കിന്ന്. എനിക്കൊന്നും വേണ്ടായെന്നും പറഞ്ഞ് നമ്മുടെ ചെക്കനാണെങ്കിൽ കയ്യിലിരിക്കുന്ന എന്തോ ഒരു ഫ്രൂട്ട് എടുത്തങ്ങ് കഴിക്കുവാണ്. ഇത് കണ്ടിട്ട് കിന്ന് അത് തിന്നാൻ പറ്റുന്നതൊക്കെ തന്നെയാണോ, വല്ല പോയിസൺ ഉണ്ടെങ്കിൽ എന്താക്കുന്നത് ചോദിക്കുകയാണ്. അപ്പാട് പോഷയാണെങ്കിൽ കഴുത്ത് പിടിക്കുന്നു, തീരെ വയ്യാത്ത പോലെ നിൽക്കുവാണ്. കിന്നാണെങ്കിൽ ഇത് കണ്ടിട്ട് വല്ലാണ്ടങ്ങ് പേടിച്ചു പോകുന്നുണ്ട്. പോഷ ചുമ്മാ അങ്ങ് അഭിനയിച്ചായിരുന്നു. എന്നിട്ട് പോഷയാണെങ്കിൽ പറയാണ്, മീൻ എങ്ങനെയാ പിടിക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു തരട്ടേന്ന്. ആദ്യം തന്നെ ആ ഒരു കമ്പ് കുറച്ച് മൂർച്ചയിലാക്കണം, ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ടും കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നത് പോക്കറ്റിലുള്ള കത്തി എടുക്കലാണ്. ഇതുണ്ടായിട്ടാണോ ഇത്ര നേരം പറയാത്തത് എന്ന് കിന്ന്. ഞാൻ മറന്നുപോയായിരുന്നു, ഇന്നലെ ട്രക്കിൽ നിന്ന് കിട്ടിയതാണെന്ന് പോഷെ. അല്ലെങ്കിൽ ഈ ചെക്കൻ ഇത് തന്നെയാണ് പരിപാടി. അങ്ങനെ കിന്ന് കമ്പ് പിടിച്ച ഒരു വിധത്തില് അത് മൂർച്ചയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണോ അത് പിടിക്കേണ്ടത്, മീനെ പിടിക്കുന്നതിന് ചില ടെക്നിക്കൊക്കെ ഉണ്ട്, ഇതാ നോക്കിക്കോന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലും അല്ലാതെ പുറമേ നമ്മൾ കാണുന്നതിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പം മീൻ നിൽക്കുന്നതിന്റെ കുറച്ച് മേലെയായിട്ട് വേണം നമ്മൾ കമ്പ് പിടിക്കേണ്ടത്. സ്ട്രോങ് ആയിട്ട് പിടിക്കണം, അധികം അകലെ അല്ലാണ്ട് അധികം അടുത്തും അല്ലാണ്ട് വേണം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് അത് മീൻ പിടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ടും കിട്ടിയില്ലായിരുന്നല്ലോ. ഇത് കണ്ടിട്ട് കിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആവുകയാണ്. ഞാനും കൂടെ ചെയ്തോട്ടെ എന്ന് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ചെയ്തോന്ന് പോഷേ. അങ്ങനെ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് കിന്നെ പിടിക്കുന്നുണ്ട്.
പിടിച്ചും കൂടെ കഴിയുമ്പം ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് ഒന്നും കൂടെ ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാണ്. അങ്ങനെ മീനെയൊക്കെ പിടിച്ച് ചുട്ട തിന്നുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിന്നുന്നത്. 2 ദിവസമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ ഇടയ്ക്ക് പോഷയാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് കിന്നിനെ നോക്കിക്കാണ്. എന്തെങ്കിലും നോക്കുന്നതെന്ന് ചോദിക്കുമ്പം നീ ഒരുപാട് ചിരിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം ഒരുപാട് ചിരിക്കുന്നുണ്ട്. അവിടെ ആവുമ്പം എപ്പോഴും ഇങ്ങനെ ഉറന്നു വെച്ചോണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കാണ്. അവിടെ ആവുമ്പോ കുറച്ച് സീരിയസ് ആയിട്ടേക്കണം. കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അത് വേണ്ടാത്തോണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ആണെങ്കിലും പറയുന്നു വേണ്ടല്ലോ. എന്തൊരു അധികാരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കൊരു റെസ്പെക്റ്റും ഇല്ലെന്ന് കിന്ന്. ഇതെന്റെ പേഴ്സണാലിറ്റി ആണെന്ന് പോഷെ. അങ്ങനെ ഇവരിവിടെ സംസാരിച്ച് അടുത്ത സീനിൽ നമ്മൾ നോക്കുമ്പം രണ്ടുപേരും കൂടെ കുളിച്ചുകൊണ്ടിരിക്കാണ്. നല്ല തണുപ്പുള്ള വെള്ളാണ്. അങ്ങനെ സംസാരിച്ച് ഭയങ്കരമായിട്ട് തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഹഗ് ചെയ്യുന്നുണ്ട്. ഹഗ് ചെയ്താ പിന്നെ കിസ്സിങ് ഉറപ്പാണല്ലോ. കിസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കിന്ന് മാറുന്നുണ്ട്. കുറച്ച് ഓക്വേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. കുറച്ചറിയില്ല ഇവിടെ നിൽക്കുന്നു പോവാന്നും പറഞ്ഞ് കിന്ന് എണീക്കുന്നുണ്ട്. അടുത്ത സീനിൽ നോക്കുമ്പം കിന്ന് റാന്തലൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. പോഷയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ നിൽക്കാണല്ലോ. മൂത്രമൊക്കെയാണ്. കിന്നാണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് ചിരിച്ചോണ്ടിരിക്കാണ്. എന്തിനിങ്ങനെ ചിരിക്കുന്നത്? നിനക്കില്ലാത്ത വല്ലതാണോ എന്ന് പോഷെ. എനിക്കുണ്ട്, പക്ഷെ ഇത്ര ചെറുതല്ലെന്ന് കിന്ന്. ഇതിന്റെ അടുത്തൊക്കെ എന്ത് പറയാനാന്ന് പറഞ്ഞ് പോഷെ നിൽക്കുന്ന സമയത്താണ് അവിടെ എന്തോ കാണുന്നത്. വെട്ടോന്ന് അങ്ങോട്ട് പിടിക്കുന്ന പോഷെ നോക്കുമ്പോ ഉണ്ട് അസ്ഥികൂടം. രണ്ടും കൂടെ തെറിച്ചവിടെ ഓടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് തീ കൂട്ടിയിട്ട് രണ്ടുപേരോട് ഇരിക്കുന്ന സമയത്ത് ആകെപ്പടെ കിളി പറയാണക്കാണ് പാവം പോഷെ ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് കിന്നാണെങ്കിൽ ഇരുന്ന് കളിയാക്കുവാണ്. ഒരു അസ്ഥികൂടത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കളിയാക്കുമല്ല, അതിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണ്. എന്തിനാ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ മനുഷ്യനെ വിഷമിപ്പിക്കുന്നേന്ന് പോഷെ. നിനക്കിങ്ങനെ ഒരു കാര്യത്തോട് പേടിയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇന്നാ മനസ്സിലാക്കുന്നേന്ന് കിന്ന്. ഇങ്ങനെ ഞാൻ അറിയാത്ത വല്ലതും ഉണ്ടോന്ന് ചോദിക്കാണ്. കുറെ ഉണ്ടല്ലോ. എന്റെ പേര് ഇതാണ്, വയസ്സ് ഇത്രയുണ്ട്, എന്ത് മതിയോന്ന് പോഷെ. ഇതിനൊന്നും എനിക്ക് ടൈമില്ല. നിന്റെ ഡ്രീം എന്താണെന്ന് പറയാന്ന് കിന്ന്. പോഷയ്ക്ക് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ കിന്നെ കുറിച്ച് നിർബന്ധിച്ച് ചോദിക്കുമ്പം പറയുന്നുണ്ട് അവന് ബീച്ചില് ഒരു ചെറിയൊരു ബാർ വെക്കാനാണ് താല്പര്യമെന്ന്. അതും പ്രൈവറ്റ് ഐലൻഡിലാണെങ്കിൽ അത്രത്തോളം സന്തോഷം. എപ്പോഴാണോ അവൻ എണീക്കുന്നത് അപ്പൊ ഒരു ബാർ തുറക്കുക. എന്താണോ അവന് കഴിക്കാൻ തോന്നുന്നത് അതാണ് അന്നത്തെ മെനു. എപ്പോ വേണേലും തുറക്കാം. എപ്പോഴാണോ കുടിച്ച് ഓഫ് ആവുന്നത് അപ്പം അത് പൂട്ടാം. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ കിന്നിന് എന്ത് ജോബ് ചെയ്യാനായിരുന്നു ആഗ്രഹം എന്ന് പോഷെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കിന്നാണെങ്കിൽ ആദ്യം അടിക്കുന്നുണ്ട്. പിന്നെ പോഷെ ചോദിക്കുന്ന സമയത്ത് എന്റെ ഫാമിലി വലുതാക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എന്ന് നമ്മുടെ ചെക്കൻ പറയാണ്. ഇതൊന്നും വിശ്വസിക്കുന്ന കണക്കില്ലല്ലോ എന്ന് പോഷെ. തൻകുൻ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് മുന്നേ ഉറപ്പായിട്ട് എന്തെങ്കിലും ഡ്രീം ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് പറയാൻ വേണ്ടിയിട്ട് കുറേ നിർബന്ധിക്കുമ്പോഴാണ് കിന്ന പറയുന്നത്. അതും പ്രത്യേകം ചിരിക്കരുത് എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് പറയുന്നത്. ഓക്കെ ഞാൻ ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് പോഷെ നിൽക്കുന്നുണ്ടെങ്കിലും സിംഗർ ആവാനായിരുന്നു ആഗ്രഹം എന്ന് കിന്ന പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചിരി വരുന്നുണ്ടെങ്കിലും അടക്കി പിടിച്ച് പോഷെ അവിടെ ഇരിക്കുന്നുണ്ട്. പണ്ട് TV-യിൽ ഇങ്ങനെ സിംഗിങ് കോമ്പറ്റീഷനൊക്കെ കണ്ട സമയത്ത് ഭയങ്കര ഫണ്ണായിട്ട് തോന്നി. അപ്പൊ അങ്ങനെ പങ്കെടുക്കണമെന്ന് തോന്നി. അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. തോറ്റിട്ടുണ്ടാവല്ലേ എന്ന് പോഷെ. ഇല്ല ജയിച്ചു എന്ന് കിന്ന്. എന്നെക്കാട്ട് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാര് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ പൈസ കൊടുത്താണ് എനിക്ക് ആ ഒരു ജയം നേടിത്തന്നത് എന്ന് തോന്നി. അതുകൊണ്ടാണ് പിന്നീട് ആ ഒരു വഴിക്ക് പോവാത്തെന്നാണ് കിന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് പോഷാണെങ്കിൽ കിന്നിന്റെ അടുത്ത് അന്ന് പാടിയ ഒരു പാട്ട് പാടാൻ പറയാണ്. ഇനിയിപ്പൊ അഥവാ പൈസ കൊടുത്തിട്ടല്ല, കിന്നിന്റെ ടാലന്റ് കൊണ്ട് തന്നെയാണ് ആ ഒരു വിജയം അവന് കിട്ടിയതെങ്കിലോ എന്ന്. നമ്മുടെ ചെക്കനാണെങ്കിൽ കുറെ മടിച്ചേക്കുന്നുണ്ട്. പിന്നെ പോഷെ ഉറപ്പായിട്ടും ചെറുതായിട്ട് പോലൊന്നും ഞാൻ സ്മൈൽ ചെയ്യത്തില്ലെന്നൊക്കെ പറയുമ്പം അങ്ങ് പാടുന്നുണ്ട്. കിന്ന അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ആ പാട്ട് കേട്ടിട്ട് പോഷയ്ക്കാണെങ്കിൽ ചിരി അടക്കാനേ പറ്റുന്നില്ല. പാവം പൊട്ടി ചിരിച്ചു പോവാണ്. എന്താ ചെയ്യാ, ഞാൻ കുറെ ശ്രമിച്ചാണ് പക്ഷെ പിടിച്ചേക്കാൻ പറ്റുന്നില്ലെന്ന് പോഷെ. അങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ച് കമ്പനിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പണ്ട് തൻകുനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ആ സമയത്ത് അത് നടക്കാണ്ടിരുന്നെങ്കിലോ അല്ലെങ്കിൽ അവനിങ്ങനെ ഭ്രാന്ത് അഭിനയിക്കുന്ന നടക്കൊക്കെ ആണെങ്കിൽ ഇത്രയും ഭാരം എനിക്ക് വരത്തില്ലായിരുന്നു എന്നുള്ള രീതിക്ക് കിന്ന പറയാണ്. തൻകുൻ ഭ്രാന്ത് പിടിച്ച കണക്ക് അല്ലെങ്കിൽ സ്റ്റേബിൾ അല്ലാത്ത കണക്ക് ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇവനിപ്പോ ഈ ഒരു ഫാമിലിന്റെ മൊത്തത്തിലുള്ള കാര്യം നോക്കേണ്ടി വന്നത്. ഒരു പ്രാവശ്യം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ഒരാള് മാറുമെന്ന് ചോദിക്കാണ്. അതിന് ചാൻസ് ഉണ്ട്. എനിക്കും ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് പോഷെ പറയാണ്. പോഷയും അവന്റെ അച്ഛനും അമ്മയും കൂടെ കാറിൽ പോകുന്ന സമയത്തായിരുന്നു എതിരെ വന്ന ഒരു ഭയങ്കര സ്പീഡിൽ വരുന്ന കാറ് അവരുടെ കാറിനെ ഇടിച്ച് ആക്സിഡന്റ് ആവുന്നത്. ആ ഒരു ആക്സിഡന്റിലാണ് അച്ഛനും അമ്മയും മരിച്ചത്. ആ ഒരു സംഭവം കണ്ടതിന് ശേഷം
ഭയങ്കരമായിട്ട് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. പോഷെ ആ ഒരു ടൈമിൽ നടന്ന മെമ്മറീസ് മൊത്തത്തിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാസങ്ങളോളം ആ ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ട്. പിന്നെ അങ്കിളാണ് എന്താണ് നടന്നത് എന്നൊക്കെ പോഷയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പയ്യന്മാർ അവിടെ ഇരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അതെണീക്കുന്നത് പോഷയാണ്. ഒന്നവിടെയൊക്കെ നോക്കിയിട്ട് പിന്നെയും കിടക്കുവാണ്, അതും കിന്നിനോട് ചേർന്ന്. ആ സമയത്ത് കിന്നു എണീക്കുന്നുണ്ട്. അങ്ങനെ പോഷ അടുത്ത് കിടക്കുന്നത് കണ്ടിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത സീനില് രണ്ടുപേരും കൂടെ പിന്നെയും നടക്കുവാണ്. ഈ സമയത്ത് കിന്ന പറയുന്നുണ്ട്, എന്നാൽ ഇന്ന് നമ്മളിവിടുന്ന് രക്ഷപ്പെടുമെന്ന്. അതെ അതെ, എല്ലാ ദിവസവും നീ ഇത് തന്നെയാണ് പറയുന്നത് എന്ന് പോഷേ. ഇല്ല, ഇപ്രാവശ്യം സീരിയസ് ആണെന്ന് കിന്ന്. ആ സമയത്താണ് നമ്മുടെ ബോഡി ഗാർഡ്സിന്റെ സൗണ്ട് ഇവരെ കേൾക്കുന്നത്. ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് പോഷനെ വിളിച്ചോണ്ട് ഓടുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു കൊക്ക കണക്ക്. അതിലേക്ക് ജസ്റ്റ് മിസ്സിനാണ് വീഴാണ്ട് രക്ഷപ്പെടുന്നത്, അതും പോഷയെ പിടിക്കുന്നതും കൊണ്ട്. എന്തായാലും ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ട സ്ഥിതിക്ക് പയ്യന്മാർ രണ്ടും കൂടെ അവിടെ നിർത്തങ്ങ് ചാടുന്നുണ്ട്. പക്ഷെ നേരെ താഴേക്കാണ് വീഴുന്നത്, അതും പാറേണ്ട ഇടിക്കല്. എങ്ങനെയുണ്ട് എന്ന് രണ്ടുപേരും എണീറ്റിട്ട് ചോദിക്കുന്നുണ്ട് പരസ്പരം ഓക്കെ ആണോ എന്ന്. അതൊക്കെ കൺഫേം ആക്കി ഒരു വിധത്തിലൊന്ന് എണീറ്റ് നിന്ന് നേരെ മേലേക്ക് കയറാൻ വല്ല വഴിയുണ്ടോന്ന് കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പോഷെ. പക്ഷെ അവൻ പിന്നെയും വീഴല്ലാണ്ട് കാര്യമൊന്നും നടക്കുന്നില്ല. ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തിനെന്തോ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരേ കഫില് പെട്ടുപോയതെന്ന് ഭയങ്കരമായിട്ട് അവസ്ഥപ്പെട്ട് ഒരുമാതിരി ഇഷ്ടപ്പെടാത്ത കണക്ക് നമ്മുടെ പോഷയെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സോറി, പക്ഷെ നമ്മള് ഇപ്പോഴാണ് കൂടുതൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് അറിഞ്ഞത് എന്ന് കിന്ന്. അങ്ങനെ പോഷന്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. അടുത്ത സീനില് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുകയാണ്. ഇന്ന് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടൊരു വഴിയിട്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പോഷെ. ആ അതെ ശരിയാണ്, പക്ഷെ ജീവനോടെ പോകുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് കിന്ന്. നിനക്കറിയോ, നമ്മുടെ ആൾക്കാരുടെ സൗണ്ട് കേട്ടപ്പം ആദ്യം തന്നെ എനിക്ക് ഇവിടുന്ന് പോകണ്ടെന്നാണ് തോന്നിയത് എന്ന് കിന്ന് പറയുന്നത് കേട്ടിട്ട് നിനക്കെന്താ മെന്റൽ ആണോ എന്ന് പോഷെ. അറിയത്തില്ല, എന്തോ ഷോൾഡറിൽ ഒന്നും ഇല്ലാത്ത കണക്കുണ്ടായിരുന്നു. ഷെഡ്യൂള് ഫോളോ ചെയ്യണ്ട, ഞാനായിട്ട് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റൂ എന്ന് കിന്ന്. ആള് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താണ് പറയുന്നത്, ആ ഒരു ലൈഫ് ഇഷ്ടപ്പെടാത്ത കണക്ക്. അപ്പൊ പോഷയും പറയുന്നുണ്ട് കിന്ന് ഇങ്ങനെയുള്ളതാണ് അവനും ഇഷ്ടപ്പെട്ടത്, അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്ന്. കിന്നാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര വിഷമത്തില് ഉള്ളിന്ന് തന്നെ പോഷന്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. അന്ന് നൈറ്റ് അങ്ങനെയൊക്കെ നടന്നേന്. മറ്റൊരു ബോഡി ഗാർഡുമായിട്ടും ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു ലൈൻ ക്രോസ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സോറി ചോദിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് ഞാൻ ചെയ്തതൊക്കെ വലിയ തെറ്റാണ്, അതൊക്കെ തിരുത്താൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതൊന്നും നിന്റെ അടുത്ത് ചെയ്യത്തേ ഇല്ലെന്ന് കിന്ന ഭയങ്കര ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പോഷയും പറയുന്നുണ്ട്, ഞാനും ഇതേപോലെ ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കും എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ലെന്ന്. ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്ത് നീ എൻ്റെ അടുത്ത് ക്ഷമിക്കുമോന്ന് കിന്നെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാട് മുന്നേ തന്നെ ക്ഷമിച്ചാണെന്ന് പോഷെ. അങ്ങനെ ഇപ്പോഴാണ് പയ്യന്മാരുടെ പ്രശ്നമൊക്കെ ഒന്ന് തീർന്നത്. അപ്പോഴേക്കും കഞ്ഞി സ്വഭാവം എടുക്കുവാണ്. ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് എനിക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് പോഷെ. അതെന്താ അതെന്ന് കിന്ന്. പോഷയാണെങ്കിൽ അവരുടെ കയ്യില് വലങ്ങുണ്ടല്ലോ, അപ്പൊ ഒരാളുടെ കൈ അങ്ങ് വെട്ടി കളഞ്ഞിട്ട് മറ്റേ മേലെ പോയിട്ട് ഇയാളെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടിയിട്ട് വരാ, ഇതാണ് പ്ലാന്. എന്നിട്ട് ആരുടെ കയ്യെ വെട്ടുന്നീന്ന് കിന്ന് ചോദിക്കുമ്പം അഫ്കോഴ്സ് നിന്റേതാണെന്ന് പോഷെ. നിങ്ങള് ബോസാണ്, ഒരു കൈ കൊണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് രണ്ട് കൈ ഉണ്ടെങ്കിലേ നിങ്ങളെ നോക്കാൻ പറ്റുള്ളൂ എന്ന് പോഷെ. ഇതാ നോക്ക്, നീ എന്റെ ബോഡി ഗാർഡാണ്, ബോസിന്റെ സുരക്ഷയാണ് നിനക്ക് ഏറ്റവും പ്രധാനം, നിന്റെ ജീവൻ പോലും സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും നീ എന്നെയാണ് രക്ഷിക്കേണ്ടത് എന്ന് കിന്ന്. എന്തായാലും നേരത്തെ കണക്ക് വലിയ അടിയൊന്നും വെക്കാണ്ട് രണ്ടുപേരും കൂടെ ആദ്യം തന്നെ സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാന്ന് തീരുമാനിക്കുന്നുണ്ട്. സ്റ്റോൺ പേപ്പർ സിസർ എന്ന് പറഞ്ഞ് രണ്ടുപേരും വെക്കുന്നതാണെങ്കിൽ കല്ല്, പക്ഷെ പോഷയെ പെട്ടെന്നത് കത്രികയാക്കുവാണ്. ഇത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് കത്തി കിന്നിന്റെ അടുത്തേക്ക് കൊടുത്തിട്ട് എന്റെ കൈയങ്ങ് വെട്ടിക്കൊള്ളാൻ പറഞ്ഞ് മുഖം തിരിച്ച് നിൽക്കുവാണ്. കിന്നു അത് മേടിച്ച് ഭയങ്കര ഫീലായിട്ടാണ് പോഷനെ നോക്കുന്നത്. അങ്ങനെ കുറച്ചേരം നോക്കിയിട്ട് അങ്ങ് കുത്തുവാണ്. പക്ഷെ നമ്മുടെ ചെക്കന് ഒന്നും പറ്റിയിട്ടില്ല. നോക്കുമ്പം ആ വിലങ്ങ് കിന്ന് അഴിച്ചിട്ടുണ്ട്. അപ്പൊ നിനക്കിത് തുറക്കാൻ അറിയായിരുന്നു അല്ലേ, എന്നിട്ട് ഇമാതിരി പരിപാടി എന്തിനാ കാണിച്ചത് എന്ന് പോഷ ചോദിക്കുന്ന സമയത്ത് അവിടെ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഇതറിയാന്ന് കിന്ന്. നിനക്ക് എവിടുന്ന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ വഴി കാണിച്ചിരാതും പറഞ്ഞ് മുന്നേ നടക്കുവാണ്. പോയിട്ട് അവിടെ കുറെ കല്ല് കിടപ്പുണ്ട്, അതൊക്കെ ഓരോന്നായിട്ട് എടുത്തു മാറ്റുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ മാറ്റിയിട്ട് രാത്രി ആവുമ്പോഴേക്കും അത് ഫുള്ള് മാറ്റി പുറത്തിറങ്ങുന്നുണ്ട്. വഴി നിനക്ക് നേരത്തെ അറിയാമെങ്കിൽ നേരത്തെ ഒന്നും പറഞ്ഞുകൂടെയെന്ന് പോഷെ. കിന്നാണെങ്കിൽ ഭയങ്കര വിഷമത്തില് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഭയങ്കര സീരിയസ് ആയിട്ട് പറയാണ് നീ ഇവിടുന്ന് പൊക്കോളാൻ. അതും പറഞ്ഞ ആ ഒരു കത്തി നീട്ടിയിട്ട്
നീ ഇവിടുന്ന് മരിച്ചു എന്ന് ഞാൻ പറഞ്ഞോളാം, നീ പൊക്കോ, അനിയന്റെ കൂടെ പോയി താമസിക്ക്, ഒരു ബാർ ഓപ്പൺ ചെയ്യ്, സ്വപ്നം കണ്ടതുപോലെ ജീവിക്കെന്ന് പറയാണ്. എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നത് എന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് തന്നെ പോഷയും ചോദിക്കുന്നുണ്ട്. അറിയില്ല, മേ ബി നീ എനിക്ക് വേണ്ടി കൈ സാക്രിഫൈസ് ചെയ്യാൻ പോയതുകൊണ്ടാവാം, മേ ബി ഞാൻ ആ ലൈൻ ക്രോസ് ചെയ്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാവാന്ന് കിന്ന്. നീ പോ, എന്റെ മൈൻഡ് മാറ്റുന്നതിന് മുന്നേ പെട്ടെന്ന് ഇവിടുന്ന് പോന്ന് പറഞ്ഞ് ആ ഒരു കത്തി പോഷന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് കിന്ന് പോഷനെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. പോഷാണേലും കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. പക്ഷെ കുറച്ച് നടക്കുമ്പോഴേക്കും ഓടി വന്ന് കിന്നിനെ കിസ് ചെയ്യാണ്. കുറച്ചേരം അങ്ങനെ കിസ് ചെയ്തിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവസാനമായിട്ട് കാണുന്ന കണക്ക് ആ ഒരു ടൈറ്റ് ഹഗ്ഗില് കാണാം അവരുടെ ഹാർട്ടില് എത്രത്തോളം പെയിൻ ഉണ്ട് എന്ന്. കെട്ടിപ്പിടിച്ച് സ്പീഡിൽ തന്നെ പോഷ അവിടുന്ന് പോകുന്നുണ്ട്. കിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രണ്ടുപേര് വരുന്നത്. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് കിന്നിന് നേരെ വെടി വെക്കുവാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് സെക്കൻഡ് ജസ്റ്റ് മിസ്സിന് മാറുന്നുണ്ട്. ഒരു പാറേന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെ അടുത്തും കണ്ണുണ്ട്. അവരും വന്ന് നോക്കുന്നുണ്ട്. കറക്റ്റ് ഈ ടൈമിന് നമ്മുടെ പോയ പോഷെ തിരിച്ചു വന്നിട്ട് ഒരാളെ കത്തി കൊണ്ടെറിയുന്നു, മറ്റേ ആളുമായിട്ട് അടിയുണ്ടാക്കുവാണ്. അയാളുടെ അടുത്ത് തന്നെ തോക്ക് മേടിച്ച് അയാളെ തന്നെ വെടിയും വെക്കുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ബേക്കിൽ കൂടെ ഒരാളും കൂടെ വരികയാണ്. പോഷയ്ക്ക് നേരെ വെടി വെക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ടൈമിന് കിന്ന് പോഷന്റെ നേരെ മുന്നേ വന്ന് നിൽക്കുന്നതും കൊണ്ട് കിന്നിനാണ് ആ ഒരു വെടി കൊള്ളുന്നത്. പോഷ ഭയങ്കരമായിട്ട് അങ്ങനെ ഷോക്കായി പോകുന്നുണ്ട്. അയാളെ വെടിവെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ തോക്കിലെ ബുള്ളറ്റ് തീർന്നു പോവാണ്. വേറെന്താക്കാൻ പറ്റും, അയാളുടെ അടുത്ത് തോക്കുണ്ട്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇവരെ നിൽക്കുന്ന സമയത്ത് അയാളെ ആരോ വെടിവെക്കാണ്. നോക്കുമ്പോൾ നമ്മുടെ ടീംസ് മൊത്തം അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് മൊത്തത്തില് ലാസ്റ്റ് ആവുന്നവരെയും ഭയങ്കര ജോളിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കി കളഞ്ഞു. എന്നാലും ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് കഴിയുന്നത്.